പ്രഭാസ് നല്ല അഭിനയമായിരുന്നു. ബാഹുബലിനേക്കാളും വെല്ലുന്നൊരു അഭിനയമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല പടമായിരുന്നു, കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല 3D ടൈപ്പ് പോയിട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല പാടാ. ഫൈറ്റ് ഗംഭീരായിരുന്നു. ആരാധിക മീൻസ് അങ്ങനെ ആരാധിക കൊള്ളാം, കണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെന്താ, എല്ലാ പടം കാണാറുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ കൊള്ളാം, അത്രേ ഉള്ളൂ. അടുത്ത 1000 കോടിയാ അതൊക്കെ അറിയില്ല, എങ്ങനെയാ ചിലപ്പോ പ്രതീക്ഷിക്കാം. നല്ല പടമായിരുന്നു. നല്ല പ്രഭാസിന് നല്ല ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ സഞ്ജയ് ദത്ത് വന്ന് പൊളിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി പടം. 3D ആയാലും മൊത്തത്തിൽ രസമാണ്. അതുപോലെ സെറ്റൊക്കെ ആയാലും ഭയങ്കര രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ക്ലൈമാക്സ് സീക്വൻസ് ഒരു 1/2 മണിക്കൂർ പ്രഭാസ് സഞ്ജയ് ദത്ത് അഴിഞ്ഞാട്ടം, അത് കാണാനായിട്ട് വേണം ഒന്നുകൂടെ വേണം വരാൻ പറ്റും തിയേറ്ററിൽ. അത്രയും കിട്ടുന്ന സാധനം. BGM ആയാലും സോങ്സ് ആയാലും നൈസ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരിക്കലും മറക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ലോജിക്കൊന്നുമില്ല. പ്രവാസിനെ ഒരു സെലക്ഷൻ എടുക്കാൻ അറിയത്തില്ല. അത് പടം പോട്ടെ കളഞ്ഞോ. ഇന്റർവെൽ വരെ പ്രവാസിനെ കൊണ്ട് നമ്മൾ മടുത്തു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം പറഞ്ഞ കുറെ VFX ഒക്കെ എടുത്ത് കാശ് മുടക്കി കാണിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ആവറേജ് പോലും പറയാനില്ല. ഒന്നും ഞാൻ പോസിറ്റീവ് നോക്കുന്നതിനകത്ത് ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു കഥയായിട്ട് ഒന്നും അവസാനം ചുമ്മാ ഒരുമാതിരി എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് പടം തീർത്ത് വെച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഏതിന്റെ അല്ല, പ്രവാസിന്റെ മൂവി ഞാൻ പറഞ്ഞു. പ്രവാസിന് മൂവി കൽക്കി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാഹുബലി കഴിഞ്ഞിട്ട് കൽക്കി. പക്ഷെ കൽക്കിയിലും ഷൈൻ ചെയ്തിരിക്കുന്നത് കമലഹാസനും അമിതാഭ് ബച്ചനുമാണ്. അവസാനം ആകുമ്പോഴാണ് ഒരു പ്രവാസ ഇത് വരുന്നത്. പക്ഷെ ഇതിനകത്ത് പ്രവാസിനെ ഒന്നുമില്ല. പടത്തിൽ ഒന്നും പറയാനില്ല. ഇതൊക്കെ പണ്ട് ഒരു 4 നായികമാര്, ഒരു നായകൻ, അതൊക്കെ പണ്ട് വെങ്കടേഷും ചിരഞ്ജീവിയെ കാണിച്ച പഴയ സ്റ്റൈലില്ലേ, ഒരു 90കളിൽ കാണിച്ചു, അത് തന്നെ വീണ്ടും എടുത്ത് കാണിച്ചു വെച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ, ഒന്നുമില്ല. വേസ്റ്റ് ഓഫ് ടൈം അത്രേ ഉള്ളൂ. സ്റ്റോറി എല്ലാം അലമ്പാണ്. പ്രഭാസ് എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് മാത്രമാണ് മൂവി കാണാൻ വന്നത്. പ്രശ്നം സ്ക്രിപ്റ്റിന്റെ പ്രശ്നമുണ്ട്, സ്ക്രീൻ പ്ലേ എല്ലാം അലമ്പാണ്. മൊത്തത്തിൽ അലമ്പാണ്. ഒരു രീതിക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ടോർച്ചറിങ്